ഹലോ, ഒരു മിനി ഈവനിങ് വ്ലോഗ് കണ്ടാലോ? പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, വീട്ടിൽ ഞാനും മമ്മി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായ കുടിക്കാനായിട്ട് സ്പെഷ്യലായിട്ട് ഒരു പഴംപൊരി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. എനിക്കങ്ങനെ പ്രോപ്പറായിട്ട് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഞാൻ കുക്ക് ചെയ്യേണ്ടതെല്ലാം ഒന്നില്ലെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ട്, അല്ലെങ്കിൽ അമ്മേനെ വിളിച്ച് ചോദിച്ച് എങ്ങനെയാണ് ചെയ്യുക എന്നിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി വെച്ചിട്ടൊക്കെയാണ് ഞാൻ കുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓക്കെ പഴംപൊരി ഉണ്ടാക്കാം. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാൻ പഴം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു 3 പഴം എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിനെ 3ആയിട്ട് കട്ട് ചെയ്തു. ശരിക്കും 3ആയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് അറിയുണ്ടായില്ല. അപ്പോൾ ഞാൻ 3ആയിട്ട് കട്ട് ചെയ്തിട്ട് മൈദ ബാറ്റർ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. മൈദ, കുറച്ച് അരിപ്പൊടി, പിന്നെ ഇത്തിരി ഷുഗർ, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ഇട്ടിട്ട് ഒരു ബാറ്റർ ശരിയാക്കി വെക്കുന്നുണ്ട്. അതും ഇത്തിരി ലൂസായിപ്പോയി. അങ്ങനെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നമ്മൾ ഓയിലാണ് ഞാൻ പൊരിക്കുന്നത്. അപ്പോൾ ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെക്കുന്നുണ്ട്. ഓയിൽ എനിക്കങ്ങനെ അറിയൊന്നുമില്ല. ഞാനിങ്ങനെ എനിക്കിഷ്ടമുള്ള അത്ര ഓയിൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ചായ വെക്കാനായിട്ട് നമ്മൾ ചായക്കുള്ള വെള്ളം വെക്കുന്നുണ്ട്. അങ്ങനെ ഓയിൽ ചൂടാവേണ്ടി നോക്കിയിട്ട് നിൽക്കാൻ എനിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ. ഉള്ളിൽ എന്താവും, പഴംപൊരി മൂഞ്ചോ എന്നുള്ളതൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ആ കോൺഫിഡൻസ് ഇടാണ്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ എണ്ണ ഇത്തിരി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, എണ്ണ തിള വന്നു. യൂട്യൂബ് വീഡിയോയിൽ തിളച്ചാൽ ഇടുക എന്നുള്ളതാണ് കണ്ടത്. അപ്പോൾ ഓക്കെ, മൈദ ബാറ്ററിൽ പഴമൊക്കെ ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. പഴത്തിന് നന്നായി പൊതിഞ്ഞ് സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് മൈദ ബാറ്ററിൽ ഇട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് പതുക്കെ, ഞാൻ ആദ്യം ഇത്തിരി മാവ് ഉറ്റിച്ച് നോക്കി, പൊന്തി വരുന്നുണ്ടോ? ഓക്കെ, പൊന്തി വരുന്നുണ്ട്. അപ്പോൾ വേഗം പഴംപൊരി പഴം നമ്മൾ മുക്കിയിട്ട് അതിലിടുകയാണ്. മൈദ ബാറ്ററിൽ എടുത്തിട്ട് നമ്മൾ അതിൽ ഇടുന്നുണ്ട്. സംഭവം 4 എണ്ണം ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പാളി. കാരണം 4 എണ്ണം അതിൽ കൊള്ളുന്നുണ്ട്, പക്ഷേ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കുന്നടാ. അതെന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഇടുന്നുണ്ട്. ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് 4 എണ്ണം ആയതുകൊണ്ട് നമുക്ക് മറച്ചിടാനും നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എണ്ണ കൈമയ്ക്ക് തെറിക്കുന്നു, പൊള്ളുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ആദ്യത്തെ 4 എണ്ണം പൊരിച്ചെടുത്തു. അതിൻ്റെ സന്തോഷമാണ്, പഴംപൊരി ശരിയായതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. എന്നിട്ട് ഞാനൊരു എസ്തെറ്റിക് വൈബ് ഒരു സാധനം പിടിക്കാനാണ് നോക്കിയത്. അതായോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്നാൽ നമുക്ക് ചായ കുടിച്ചാലോ? അങ്ങനെ കട്ടൻ ചായയും പഴംപൊരിയൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. പഴംപൊരി എന്നെക്കൊണ്ട് ഇത്രയും പറ്റുമല്ലോ, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.